ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കപ്പലാമ്പഴം വെച്ചൊരു അച്ചാർ ഉണ്ടാക്കിയല്ലോ. നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. കപ്പലാമ്പഴം നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ്. ഇത് നമ്മളൊരു മാങ്ങ ഒക്കെ നമ്മൾ അച്ചാറിടിയാലേ ആ ഒരു കനത്തിൽ അരിഞ്ഞാൽ മതി. മാങ്ങയുടെയൊക്കെ നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കല്ലേ ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ അച്ചാറിടാൻ വേണ്ടി എടുത്തേക്കുന്നത് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുറേ ദിവസത്തേക്ക് അച്ചാർ വെക്കാനാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമ്മൾ ഒത്തിരി നാൾ വെക്കാനൊക്കെ ഉള്ള അച്ചാറാണെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ചൂടായ എണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്നൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. ഒരു മെറൂൺ കളറൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ്. നല്ല രുചിയാണ്, നല്ല മധുരമൊക്കെ ഉള്ളൊരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് കപ്പലാമ്പഴത്തിൻ്റെ ഒക്കെ സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവരും. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ മാറുന്നവരൊന്ന് ചൂടാക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കപ്പലാമ്പഴം ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഓൾറെഡി കപ്പലാമ്പഴത്തിൻ്റെ അകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അതങ്ങ് നമ്മൾ അച്ചാറിലോട്ട് ഇറങ്ങിക്കോളും. അപ്പം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല രുചികരമായ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.